ഹിന്ദുസ്ഥാൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഇന്ത്യയിൽ ഭൂരിപക്ഷമായിരുന്ന ഹൈന്ദവ സമൂഹം ദിവസേന ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും എന്നാൽ ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ജനസംഖ്യ വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നുവെന്നും തെക്കനേഷ്യയിലെ മ്യാൻമറിനു ശേഷം ഭൂരിപക്ഷ സമുദായത്തിന്റെ അനുപാതത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായത് ഇന്ത്യയിലാണെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് വലിയ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ ആശങ്കകൾക്കുമാണ് വഴിമരുന്നിട്ടത്. 65 വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുക്കൾ രാജ്യത്തെ ജനസംഖ്യയുടെ 84.68% എന്നാൽ 2015 ആയപ്പോഴേക്കും അതിൽ 7.81% ഇടിവുണ്ടായിരിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്ന വിവരങ്ങൾ. ഇന്ത്യയിലെ ഹൈന്ദവ ജനസംഖ്യയുടെ അനുപാതത്തിൽ 7.81% കുറവുണ്ടായപ്പോൾ മുസ്ലിം ജനസംഖ്യയുടെ അനുപാതം 43.15% പെരുകിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ലോകത്തിലെ 123 രാജ്യങ്ങളിലെ 1950 മുതൽ 2015 വരെയുള്ള കാലയളവിലെ മതസാമുദായിക വളർച്ചകളെക്കുറിച്ച് വിശദമായി പഠിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ സുപ്രധാന വിവരങ്ങളുള്ളത്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളായ ഷമിക രവി, അപൂർവ കുമാർ മിശ്ര, എബ്രഹാം ജോസ് എന്നിവർ ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഹൈന്ദവ സമുദായത്തെ പോലെ തന്നെ പാർസി വിഭാഗത്തിന്റെ ജനസംഖ്യയും ചുരുങ്ങിയപ്പോൾ ക്രിസ്ത്യൻ സിഖ് വിഭാഗത്തിലെ ജനസംഖ്യയ്ക്ക് നേരിയ വളർച്ചയുണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 1950 ക്രിസ്ത്യൻ ജനസംഖ്യ 2.24% നിന്നും 2.36% ഉയർന്നത്. ഒരു മതസമൂഹം ജനസംഖ്യാപരമായി വളർച്ച പ്രാപിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നതിൽ വിശേഷിച്ച് യുക്തിയൊന്നുമില്ല. അതിനെ മോശമായി ചിത്രീകരിക്കാനും പാടുള്ളതല്ല. എന്നാൽ ഇസ്ലാമിക സമൂഹം ഏതെല്ലാം രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ തങ്ങളുടെ ജനസംഖ്യാനുപാതം ഉയർത്തിയിട്ടുണ്ടോ അതിന്റെ പിന്നിലെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൃത്യമായ ഗെയിം പ്ലാനുകൾ ഉണ്ടായിരുന്നുവെന്ന വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ടുള്ള ചില വ്യാഖ്യാനങ്ങളാണ് മറ്റു മതസമൂഹങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. അവിടങ്ങളിലെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയും താമസം വിന മറ്റു മതവിശ്വാസങ്ങൾ ആ രാജ്യത്തു നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് ചരിത്ര തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ലെബനോൻ, അർമേനിയ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ ഉദാഹരണങ്ങളായുണ്ട്. ബ്രിട്ടനും ആ ഒരു ദയനീയ തകർച്ചയിലേക്കാണ് കിതച്ചു നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ നിയന്ത്രണം ക്രമേണ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ഏറ്റെടുക്കുകയും അവരുടെ സംഹിതകളും ആശയങ്ങളും അവർ കീഴടക്കിയ ആ രാജ്യത്തെ ഭരണഘടനയായി മാറ്റുകയും പിന്നീട് മറ്റു മതസ്ഥർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പൂർവ്വചരിത്രം. ഇന്ത്യയിൽ ന്യൂനപക്ഷമായിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ച അഭൂതപൂർവമായ വിധത്തിൽ സംഭവിച്ചപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ മതസമൂഹങ്ങൾ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ കുറഞ്ഞ് ഇല്ലാതായിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഉള്ളതിനേക്കാൾ മുസ്ലിമുകൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇംഗ്ലണ്ടിലെയും ജർമ്മനിയിലെയും ഭരണഘടനകൾക്കപ്പുറത്ത് ഇപ്പോൾ ഖലീഫേറ്റും ശരീഅത്തും സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭമുണ്ടാക്കുന്ന തീവ്ര ചിന്താഗതിക്കാർക്ക് പലതുകൊണ്ടും ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുകൂലം തന്നെയാണ് എന്ന കാര്യവും മറ്റു മതസ്ഥരെ വളരെയേറെ ആശങ്കപ്പെടുത്തുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം.